ദൈവനാമസ്തുതിക്ക് മഹത്വനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 100-ാമത്തെ ഗീതം, വന്നിടേണം യേശുനാഥ ഇന്നീ യോഗ മധ്യേ നീ എന്ന് ആരംഭിക്കുന്ന 100-ാമത്തെ ഗീതം നമുക്ക് കോരനോട് ചേർന്ന് പാടാം. താതനെ തുറക്കയങ്ങളുള്ളത്തെ തൃക്കൈകളാ പാപമോക്കെ ഏറ്റു ചൊന്ന മോചനം ലഭിച്ചിടാ പാപബോധമേകിൻ നാനുഗ്രഹിക്ക ദൈവമേ. പാപബോധമേകിൻ നാനുഗ്രഹിക്ക ദൈവമേ. ഇന്നു നിൻ തിരുവചനം ഘോഷിക്കും നിന്ദാസനും നിന്നനുഗ്രഹനിറവിൻ ശക്തിയെ നൽകിയിടണം. നിന്നനുഗ്രഹനിറവിൻ ശക്തിയെ നൽകിയിടണം. നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനം 46 പ്രതിവാക്യമായി വായിക്കും. അതിനെ തുടർന്ന് ലേഖന വേദഭാഗം വായിച്ചു. സങ്കീർത്തനങ്ങൾ 46 വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവനെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനേരത്തെ വിശ്വനാഥ് തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ കത്തിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അങ്ങ് തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈനികളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീൻ യഹോവയുടെ പ്രവൃത്തികളെ നോക്കുന്നവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരു, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവൻ. ഞാൻ ജാതിയുടെ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈനികളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ഇരിക്കാം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. റോമർ 8-ാം അധ്യായം 1 മുതൽ 11 വരെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല,
ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ദൈവമേ, എനിക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 17 വരെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 17 വരെ. സുവിശേഷ വേദഭാഗം വായിച്ചതിന് ശേഷം ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ശ്രീ മോസസ് ആൻസലം സാറ് നമ്മെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വഴി നടത്തും. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഊ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് യേശു അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഊ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് യേശു അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ച്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. വായിച്ചു കേട്ട തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. അനുഗ്രഹമുറിയൻ പൂട്ടുകൾ താനെ തുറപ്പാൻ, അനുഗ്രഹമുറിയൻ പൂട്ടുകൾ താനെ തുറപ്പാൻ, മനസ്സിനെ യേശുവിനോടു ലയിപ്പാനായി അരുൾക, മനസ്സിനെ യേശുവിനോടു ലയിപ്പാനായി അരുൾക. പരനേ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, ഈ സന്ധ്യയെങ്കിലും ഞങ്ങൾക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനുമുള്ള സമയം നൽകി അനുഗ്രഹിച്ച ദൈവമായിരിക്കാൻ സ്തോത്രം. ദൈവമായ കർത്താവെ, ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും തിരുകൃപ പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ നോയമ്പ് നാളുകളും ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം കർത്താവെ. അവിടുത്തെ ക്രൂശമരണത്തോളം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകളും ഭാരങ്ങളും ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനത്തിനുമാകുന്നു എന്ന് ഞങ്ങൾക്കറിയുവാൻ, ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടവരായി ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറയുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ ആരാധനകളിലും തിരു സാന്നിധ്യം ഉണ്ടാകണം. ഇത് വചനം സംസാരിക്കുന്ന ലളിതാസനെ അനുഗ്രഹിക്കണം. അവിടുത്തെ വചനം ഞങ്ങൾ കേട്ട് തൃപ്തരായി കടന്നു പോകുവാൻ പരിശുദ്ധൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. അവിടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും രോഗങ്ങൾക്കും കഷ്ടങ്ങൾ മരണങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ ഇന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, രോഗികളും ക്ഷീണിതരുമായി കഴിയുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായ വിടുതലും ആശ്വാസവും ഉണ്ടാകട്ടെ. വേദനയിലും ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമായിരിക്കുന്നവർക്ക് പരിഹാരം ഉണ്ടാകട്ടെ. കർത്താവെ, നിലവിളിയോടെ ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി അവർ സന്തോഷം അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
തലമുറകൾ പഠിച്ച് ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി വസിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തവണ്ണം അവർക്ക് നല്ല ക്ലാസ്സുകൾ ലഭിക്കുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രിയപ്പെട്ട കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഓരോ കുടുംബത്തിലും ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. ഈ നോയമ്പ് കാലം ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ കഴുകിക്കളയുന്ന ദിവസങ്ങളായി മാറട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് മാനസാന്തരവും ദൈവശക്തിയും വെളിപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ അനുഗ്രഹിക്കും, ദേശവാസികളെ അനുഗ്രഹിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തിരുസാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്ത് ഞങ്ങൾക്ക് മഴ തന്നതിനായി സ്തോത്രം. കർത്താവെ, ചൂടിൻ്റെ അനുഭവങ്ങൾക്കൊരു പരിഹാരം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജോലി നൽകി അനുഗ്രഹിക്കണമേ. കൃഷിപ്പണി ചെയ്യുന്നവരുണ്ട്, കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്. കർത്താവെ, സർക്കാർ ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാവിധ ജോലി ചെയ്യുന്നവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. തിരുകൃപ കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കളെ പഠിക്കുവാനും പഠിച്ച് നല്ല ജോലികൾ പ്രാപിക്കുവാനും കർത്താവ് കൃപ ചെയ്ത് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭയിലെ ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ശാപങ്ങൾ, ദോഷങ്ങൾ, കഷ്ടങ്ങളെല്ലാം മാറ്റി അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി കാണുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ശുദ്ധവായു തന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് ശുദ്ധജലം നൽകി ഞങ്ങളെ ദാഹജലം തന്ന് തീർക്കുവാൻ അവിടുന്ന് കൃപ ചെയ്ത് സഹായിക്കുന്നുണ്ട്. സ്തോത്രം. നല്ല കാലാവസ്ഥയെല്ലാം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമായി സ്തോത്രം. യുദ്ധങ്ങളും യുദ്ധഭീഷണികളും എല്ലാം ലോകത്തുണ്ടാകുമ്പോൾ അതിലൊന്നെല്ലാം മാറ്റം തന്ന് ഞങ്ങളെ കരുതുന്ന ഒരു ദൈവമായിരിക്കാൻ സ്തോത്രം. ദൈവമായ കർത്താവെ, യുദ്ധഭീഷണികളെല്ലാം മാറി എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ പാർക്കുവാൻ ലോകരാഷ്ട്രങ്ങളെ അവിടുന്ന് ക്രമീകരിക്കണമേ, സഹായിക്കണമേ. അപ്പാ, നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. എല്ലാവരും ശാന്തരായി സമാധാനമുള്ളവരായി ജീവിക്കുവാൻ, യുദ്ധങ്ങളെല്ലാം നിർത്തിവെക്കുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന ആരാധനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ ആരാധിച്ച് മടങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കർത്താവായി ദൈവത്തെ കണ്ടു മടങ്ങുവാൻ, അങ്ങേ ദർശിച്ച് മടങ്ങുവാൻ ഓരോ ദർശനങ്ങൾ നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് പറയുമ്പോൾ കർത്താവെ, അങ്ങ് വസിക്കുന്ന ആലയം, അതിലൂടെ അനേകർക്ക് നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ യോർദാൻ്റെ അനുഭവങ്ങളെല്ലാം മാറി നടന്നു പോവുകയാണ്. കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അന്ന് നാളെ നടക്കുന്ന ആരാധന പൂർണ്ണമായി അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വന്ന് സന്തോഷത്തോടെ ആരാധിച്ച് മടങ്ങുവാൻ കൃപ ചെയ്യണമേ. എല്ലാ ബന്ധനങ്ങളെയും അഴിച്ച് സഹായിക്കണമേ. എല്ലാ ബന്ധനങ്ങളെയും നിൻ്റെ നാമത്തിൽ ചാരമാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. എല്ലാ ബലഹീനതകളെ അവിടുന്ന് മാറ്റി ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാശ്വതമായ പരിഹാരം തന്ന് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഇന്നത്തെ ആരാധന പൂർണ്ണമായി അവിടെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കുന്ന ദാസനെ അനുഗ്രഹിക്കാനായി സ്തോത്രം. മാനവും മഹത്വവും സ്വീകരിക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കും പോലെ ഞങ്ങളുടെ പാപങ്ങളും കടകളും ക്ഷമിക്കണമേ. ഞങ്ങളെ ഒഴിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ. ആമേൻ. ഈ സമയത്ത് നമുക്ക് 505 ഗീതം പാടുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കാം. ക്രിസ്തുവിൻ സേനവീരരെ എന്നാരംഭിക്കുന്ന 505 ഗീതം. ക്രിസ്തുവിൻ സേനവീരരെ ഉയർത്തിടുവിൻ കൊടിയേ, ധീരമായി പോരാടിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം. ധീരമായി പോരാടിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം. പോകനാം പോകനാം ക്രിസ്തുവിന്റെ പിന്നിൽ പോകനാം, 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 ക്രിസ്തുവിന്റെ പിന്നിൽ പോകനാം. സത്യവാദ കാട്ടി തന്നിടും, നീതിമാർഗമായി തന്നിടും.
സാക്ഷിയായി ധീരപടയാളിയ ക്രിസ്തുവിനായി യുദ്ധം ചെയ്യുക. പോകണ ക്രിസ്തുവിൻ്റെ പിമ്പെ പോകണ, പോകണ പോകണ ക്രിസ്തുവിൻ്റെ പിമ്പെ പോകണ. വച്ചു നീക്കിടും ആശ്രിതം, കണ്ണുനീർ തുടച്ചു നീക്കിടും ആശ്രിതർക്കലംബമേകിടും. ക്രിസ്തുവിനായി യുദ്ധം ചെയ്യുക, ലോകയും വെറുത്തു ക്രിസ്തുവിനായി പോർ ചെയ്യുക. പോകണ പോകണ ക്രിസ്തുവിൻ്റെ പിമ്പെ പോകണ, പോകണ പോകണ ക്രിസ്തുവിൻ്റെ പിമ്പെ പോകണ. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്നും ഞങ്ങൾക്ക് ആരാധനയിൽ കടന്നു വന്ന് കൃതജ്ഞതാ സ്തോത്രാർപ്പണങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാൻ ദൈവമേ കൃപ നൽകിയതിനായി സ്തോത്രം. ദൈവാത്മാവിൻ്റെ പകർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഫലപ്രദമായ രീതിയിൽ അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. വെറും കൈയായി വരാതെ കർത്താവിൻ്റെ സന്നിധിയിൽ കാണിക്കർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും വ്യാപരിപ്പാൻ ദൈവമേ സഹായിക്കണമേ. ആർക്കെങ്കിലും കാഴ്ച അർപ്പിക്കുവാൻ സാമ്പത്തികശേഷി അനുവദിച്ചിട്ടില്ല എങ്കിൽ ആകാശത്തിലെ കിളിവാൽ തുറന്ന് സമൃദ്ധമായ നന്മ നൽകി അങ്ങ് അനുഗ്രഹിക്കും. ദൈവാശ്രയത്താൽ ഞങ്ങളെല്ലാവരെയും അങ്ങ് നിറയ്ക്കും. ഈ അർപ്പിക്കപ്പെട്ട കാഴ്ച ദൈവരാജ്യത്തിൻ്റെ വിശുദ്ധിക്കായിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് പരസ്യമായി പറയേണ്ട കാര്യങ്ങൾ: നാളെ വിശുദ്ധ ദിവസം, ആ മാസത്തിൻ്റെ മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച തിരുവത്താഴ ശുശ്രൂഷ നാം അനുഭവിക്കുന്നു. പ്രത്യേകാൽ 18-ാം തീയതി ചാമ്പൽ ബുധൻ മുതൽ ഇന്ന് വരെ 10-ാമത്തെ ദിവസം നോമ്പ് ആരാധനയ്ക്കായിട്ട് കടന്നു വരുവാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിച്ചു. ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഈ നാളുകളിൽ നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചതുപോലെ പൊടിയോളം താഴുവാൻ, കർത്താവിൻ്റെ പാതാരബിന്ദങ്ങളിൽ കുമ്പിട്ട് ആരാധിക്കുവാൻ ഈ നാളുകൾ ദൈവം നമ്മെ ശക്തീകരിക്കുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങൾ നമ്മുടെ സഭയിലെ കമ്മിറ്റി അംഗങ്ങളും സഭാ അംഗങ്ങളും ചേർന്ന് ആലയത്തിലെ ആരാധനയും മെസ്സേജും ഒക്കെ ക്രമീകരിച്ചതിലുള്ള വലിയ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. യൂട്യൂബിലൂടെ അതെല്ലാം ഞാൻ കേട്ടു. അവിടെ ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രാർത്ഥന അർപ്പിച്ചത് ഞങ്ങൾ വളരെ നന്ദിയോടെ ഓർക്കുകയും നിങ്ങൾക്ക് ദൈവം നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെയും അവിടുത്തെ ധ്യാനയോഗത്തിൽ പങ്കെടുക്കുവാൻ ദൈവം കൃപ നൽകി. കാലാവസ്ഥയൊക്കെ അനുകൂലിച്ചു. കർത്താവിൻ്റെ കൃപ പകർന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഇനിയും ഞങ്ങൾക്ക് വേണം. ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പെരുകട്ടെ. നാളത്തെ കർത്തൃമേശ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വന്ന് അതനുഭവിപ്പാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ആലയത്തിലെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹത്തോടെ നടക്കുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ എണീറ്റ് നിന്ന് 510-ാമത്തെ ഗീതം കോറിനോട് ചേർന്ന് പാടാം. സിയോൻ സഞ്ചാരികൾ എന്നാരംഭിക്കുന്ന 510-ാമത്തെ ഗീതം. അത് കഴിഞ്ഞ് നമുക്ക് വചനം ശ്രദ്ധിക്കാം. സിയോൻ സഞ്ചാരി ഞാൻ, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ.
സിയോൻ സഞ്ചാരി ഞാൻ കാഴ്ചകൾ വന്നിടും വേളയിൽ കൈകളിൽ സഞ്ചാരിയ യേശുവിൽ ചാരിയ പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ഭാരവും പാപവും വിട്ടു ഞാനോടുവാ നേരവും യേശുവേ നോക്കിയും ഭാരവും പാപവും വിട്ടു ഞാനോടുവാ നേരവും യേശുവേ നോക്കിയും സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയ പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നെ നേടിയ സന്തോഷമോർത്തതാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ. എന്നെ നേടിയ സന്തോഷമോർത്തതാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ. ധ്യാനിച്ചും ധ്യാനിച്ചും സേവിച്ചും ലോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും ധ്യാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയ പോകുന്നു കുരിശിന്റെ പാതയിൽ. അപ്പനെങ്കിലും ചേലരും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകും അപ്പനെങ്കിലും ചേലരും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ കങ്കരം വിശ്രമം നേടിടും. നന്മയെ കങ്കരം നൽകുമെന്നീശനിൽ ജന്മനം വിശ്രമം നേടിടും. സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയ
കുരിശിൻ്റെ പാതയിൽ. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ജഡാവതാരം ചെയ്ത് ഞങ്ങൾക്കായി ഈ ലോകത്തിൽ കഷ്ടം സഹിക്കുവാൻ, ക്രൂശ് അനുഭവിക്കുവാൻ വന്ന ചിന്തകളെ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ ഞങ്ങൾക്ക് ഓർമ്മിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ കർത്താവേ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ വചനം കർത്താവെ ധ്യാനിക്കട്ടെ, അങ്ങേ ധ്യാനിക്കട്ടെ. അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം സ്വർഗപിതാവേ, ആമേൻ. ഇരിക്കാം. ഇന്ന് പാഠമായി വായിച്ചു കേട്ട വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. നമുക്കറിയാം, ലോകത്തെ ദൈവം സൃഷ്ടിച്ചു. ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു. ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവം എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് ചെയ്യുകയും ദൈവത്തിൻ്റെ ശിക്ഷയ്ക്കും കോപത്തിനും പാത്രീഭവിക്കുകയും ചെയ്തു. ശിക്ഷയ്ക്കും കോപത്തിനും പാത്രീഭവിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ത്യാഗത്തെ, ക്രൂശ് മരണത്തെ നിമിത്തം പൗലോസ് പറയുകയാണ് റോമർക്കെഴുതിയ ലേഖനം 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. വളരെ വ്യക്തമാണ് ആ വാക്യം. അടിവരയിടുക, ക്രിസ്തു യേശുവിലുള്ളവർക്ക്. അപ്പം ക്രിസ്തു യേശുവിലുള്ളവർക്കാണ് ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തത് ഇപ്പോൾ. കാരണം നമ്മുടെ ജഡത്തിൻ്റെ പാപങ്ങളെ യേശുക്രിസ്തു തൻ്റെ ജഡത്തിൽ വഹിച്ച് കാൽവരി ക്രൂശിലൂടെ നമുക്ക് രക്ഷ നൽകി, പൂർണ്ണമായ രക്ഷ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അപ്പോൾ ആ രണ്ട് വാക്യങ്ങൾ തന്നെ 2 പ്രാവശ്യം ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല, ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ അടിമത്തത്തിലായിപ്പോയ ആ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആദാമിൻ്റെ പരമ്പരയാണ് നാം. അപ്പോൾ പാപത്തിന് അടിമയായി പൈശാചികൻ്റെ അടിമത്തത്തിലായിരുന്ന നമ്മെ യേശു ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തി. അതാണ് ഗലാത്യർ ലേഖനം 5:1 വായിക്കുമ്പോൾ, സ്വാതന്ത്ര്യനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഒരു മുന്നറിയിപ്പാണ് ആ ലേഖകൻ തരുന്നത്. എന്താണ് മുന്നറിയിപ്പ്? അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നാം റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ അനേക മുന്നറിയിപ്പിൻ്റെ ബോർഡുകൾ കാണും. ഇത്ര സ്പീഡിലേ പോകാവൂ, ആ ഏരിയയിൽ വലിയൊരു വളവ് വരാൻ പോകുന്നു, അതുകൊണ്ട് സൂക്ഷിച്ചു പോവുക, ഇന്ന സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, സ്കൂൾ അടുത്തുണ്ട് അതുകൊണ്ട് വാഹനം പതുക്കെ ഓടിക്കണം, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പാർക്കിംഗ് പാടില്ല. മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേരായ ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യം നാം നിലനിൽക്കണം. അല്ലെങ്കിൽ നാം വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാനുള്ള ചാൻസ്, സാധ്യതയുണ്ട്. ഒരു ചിന്ത ഇങ്ങനെ പറയുന്നു, ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി. ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി. എന്താ അതിൻ്റെ അർത്ഥം? അതിന് ഇവിടെ പറഞ്ഞോ എന്നറിയില്ല. ഒന്ന് ചിന്തിക്കുക. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ഭവനത്തിൻ്റെ നായകൻ, നായിക, ഭവനത്തിൻ്റെ ഉടയവൻ, വെളിയിൽ നിന്നൊരാൾ ആ ഭവനത്തെ മോശമാക്കാൻ അല്ലെങ്കിൽ മോശമായി പറയാൻ ശ്രമിച്ചാൽ നമ്മൾ അതിന് വഴങ്ങി കൊടുക്കുകയില്ല. ആ ഭവനത്തിൽ
എക്സാമ്പിൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം, ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി എന്ന കാര്യം സ്ഥിരീകരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കുഞ്ഞുങ്ങൾ രാവിലെ, യുവമക്കൾ കോളേജിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ രാവിലെ പോവും, രാത്രി വരും. അവരുടെ പുറകിൽ മാതാപിതാക്കൾക്ക് ഫുൾ ടൈം നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവരെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കണം. എനിക്ക് തോന്നുന്നതല്ല, എനിക്കറിയാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ സ്കൂളുകളിലോ കോളേജിലോ ഇടുമ്പോൾ നെറ്റിയിൽ കുരിശ് വരഞ്ഞ് പ്രാർത്ഥിച്ചു വിടണം. അങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അടയാളം അവിടെ കിടക്കും തിരിച്ചു വരുന്നവരെ. ഈ ലോകം മലീനസമാണ് പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങളിൽ വീഴുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പരീക്ഷയെപ്പറ്റി കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. 3 പരീക്ഷകളും യേശുവിനെ പ്രലോഭിപ്പിക്കാനായിട്ട്. ഞാൻ കേട്ടു ആ ഒരു പ്രസംഗം. ഒന്നാമത് ഈ പ്രലോഭിപ്പിക്കാൻ അനുദപിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മിലുണ്ടെങ്കിൽ മാത്രമേ, ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ തിന്മകളെ ജയിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ കോളേജിലോ സ്കൂളിലോ മക്കളങ്ങ് വളർന്ന് എന്ന് പറഞ്ഞിട്ട് അവരെ ഒരിക്കലും തള്ളിക്കളയരുത്. തീർച്ചയായിട്ടും അപ്പനോ അമ്മയോ അവൻ കോളേജിലോ സ്കൂളിലോ പോകുന്നതിന് മുമ്പ് മോനെ ഒന്ന് നിൽക്ക്, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് വിടാമെന്ന് പറഞ്ഞാൽ നിൽക്കും. എത്ര പേര് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. കുരിശ് വരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ പിന്തുടരും. അവർ ചിന്തിക്കും അന്ന് ആ ദിവസം, എന്നെ എൻ്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഡാഡി എന്നെ കുരിശ് വരച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു വിട്ടതാണ്. അതുകൊണ്ട് ഞാൻ മോശമായ വാക്ക് പറയാൻ പാടില്ല, ഞാൻ മോശമായ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. കൂട്ടുകാരി എന്നെ പ്രലോഭനത്തിനായിട്ട് വിളിച്ചാലും ഞാൻ അതിലേക്ക് തിരിയുവാൻ പാടില്ല. ഞാൻ വിശുദ്ധിയും വേർപാടും പ്രാപിച്ചവനാണ് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളരെ ശാന്തതയോടെ പ്രകോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിൽ അവരെ പോറ്റി വളർത്തുവിൻ. അതാണ് ആ വാക്ക് ബൈബിളിലെ, ബാലശിക്ഷയിൽ പോറ്റി വളർത്തുവിൻ. അപ്പം പോറ്റി വളർത്തുന്ന ആ ഒരു അനുകമ്പ മക്കളോടുണ്ടെങ്കിൽ ശിക്ഷിച്ചാൽ ഒരിക്കലും മറുതലിക്കുകയില്ല. അനുകമ്പയില്ലാത്ത, പോറ്റി വളർത്താത്ത മക്കളാണ് ചിലപ്പോൾ ശിക്ഷിക്കുമ്പോഴത്തേക്ക് അവർ മറുതലിച്ചു പോകുന്നത്. സ്നേഹം ഇന്നത്തെ കാലത്ത് ഉള്ളിൽ മാത്രം ഒതുക്കേണ്ട മാത്രമല്ല, അവരെ നമ്മുടെ മാറോടണച്ച് സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ തലമുറകൾ തെറ്റിപ്പോവുകയില്ല. അത് ഇതിനോടൊപ്പം ഞാൻ ഓർപ്പിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം സ്വാതന്ത്ര്യം, ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി. ഒരു കോളേജിൽ പഠിപ്പിക്കാനോ ഒരു ആശുപത്രിയിൽ പരിചരിക്കാനോ ഡോക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ കേട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ സിസേറിയനും അതുപോലെ സർജറിയൊക്കെ കഴിഞ്ഞ് വയറ്റിൻ്റെ ഉള്ളിൽ ഈ സർജറി ചെയ്ത ഉപകരണങ്ങൾ ഇരിക്കുന്നു. ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി. എനിക്ക് എൻ്റെ വീട്ടിൽ പിതാവ്, ഞാൻ തമ്പാനൂരിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ 1 വർഷം കൊണ്ട് കായ്ച്ച് ഫലം തരുന്ന നല്ല തെങ്ങിൻ തൈകൾ വിൽക്കുകയാണ്. വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാൻ അതിൽ 3 തെങ്ങിൻ തൈ വാങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൻ്റെ ഹാളിൽ ടൈല് 3 സ്ഥലത്ത് മാറ്റി വലിയൊരു കുഴിയെടുത്ത് ഞാനതിനെ നട്ടു. എനിക്കതിന് സ്വാതന്ത്ര്യമില്ലേ? ഞാൻ അങ്ങനെ ചെയ്താൽ പിറ്റേന്ന് എന്നെ പിടിച്ചു കെട്ടി
എവിടെ കൊണ്ടുപോകും? കൊണ്ടുപോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോകും. ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് ഉത്തരവാദിത്തോടെ. ഇതിനേക്കാളും വലിയൊരു ഉദാഹരണം പറയേണ്ട കാര്യം, അതുകൊണ്ടാണ് എന്നെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ഹൈസ്കൂളിലൊക്കെ പഠിച്ച് കഴിയുമ്പോൾ, ഹൈസ്കൂളിൽ പഠിച്ച് കഴിയുമ്പോഴുമൊക്കെ ഞാൻ ഷൈൻ്റെ പ്രസംഗം 3 പ്രാവശ്യം കേട്ടു. അങ്ങനെ തോന്നി എനിക്ക് കേൾക്കാൻ. യൂട്യൂബിൽ 3 പ്രാവശ്യം കേട്ടു. കുഞ്ഞുങ്ങളെ പ്രലോഭിപ്പിക്കാനായിട്ട് എല്ലാ പ്രസംഗവും 1-2 കൂടുതൽ പ്രാവശ്യം കേട്ടു കേട്ടോ. ആരെയും ഞാൻ എല്ലാ പ്രസംഗവും വളരെ അനുഗ്രഹപ്പെട്ട പ്രസംഗം. നിങ്ങൾ കൂടുതൽ കേൾക്കണം അത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. കുഞ്ഞുങ്ങളോട് പ്രത്യേകം ഉപദേശം നൽകുകയുണ്ടായി. പല പ്രലോഭനങ്ങൾ വരും. ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, ഒന്ന് കുടിച്ച് നോക്കിയാൽ മതി. ഇന്നലെ ഊട്ടിയിൽ പോയ സമയത്ത് അവിടെ ഈ ഫാക്ടറി, എന്തിൻ്റെ ടീയുടെ ഫാക്ടറി, യൂക്കാലിപ്റ്റസിൻ്റെ ഫാക്ടറി, അങ്ങനെ അവിടെ കയറിയപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഓരോ ചെറിയ ഗ്ലാസ് തന്നു, കൊച്ചു സ്റ്റീൽ ഗ്ലാസ്. അതിലൊരു 3 ml ജിഞ്ചർ ടീ അത് നമ്മൾ കുടിച്ച് നോക്കി വാങ്ങാൻ വേണ്ടിയാണ്. അത് കുടിച്ചു. അത് കഴിഞ്ഞ് അതിനകത്ത് മസാല ടീ, അത് വളരെ കുറച്ച്. അത് കഴിഞ്ഞ് ചോക്ലേറ്റ് ടീ, ഇങ്ങനെ 5-6 ഐറ്റം ടീ നമുക്ക് തന്നു ടേസ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോവും, ടേസ്റ്റ് ചെയ്തു പോവും, അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, അപ്പനും അമ്മയും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വെളിയിലുള്ള ഒരു ഭക്ഷണവും വാങ്ങി കഴിക്കരുത്. അങ്ങനെയാണെങ്കിൽ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, കാരണം അവർ വാങ്ങി അവർക്ക് വിശ്വാസമുള്ള കടയിൽ നിന്ന് പാക്കറ്റായിട്ട് തന്ന് അയക്കും, അതേ കഴിക്കാവൂ. നിങ്ങളുടെ കയ്യിൽ പൈസ, ഞാൻ പറയുന്നത് ബസ് കൂലിക്കല്ലാതെ, കുഞ്ഞുങ്ങൾക്കിപ്പോൾ ബസ്സെല്ലാം അവർ ഓട്ടോയിലോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിലോ ആണ് വരുന്നത്, പൈസ കൊടുത്ത് അയക്കരുത്. നിങ്ങളറിയാത്ത പൈസ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരരുത്. അത് ഒരുപാട് ഈ അഡിക്റ്റിനിടയാക്കും. ഒരു പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞത്, സ്കൂളുകളുടെ അടുത്തുള്ള കടകളിൽ കുട്ടികളുടെ കൂട്ടം കൂടുതലാണ്. കാരണം അവിടെ വിൽക്കുന്ന മിഠായി, അവിടെ തരുന്ന ജ്യൂസ്, ഇതിലൊക്കെ ലഹരിയുടെ അംശമുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അതിലേക്ക് വഴങ്ങും. ഞാനീ പറഞ്ഞത് ഒറ്റ വാക്ക്, ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി. ദൈവം നമുക്കോരോ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. പഠിക്കേണ്ട കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? പ്രാർത്ഥിക്കുക, പഠിക്കുക. വേറെ ഒന്നും നിങ്ങൾക്കില്ല. ഒരു ജോലിയും ചെയ്യാൻ പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അവരവരുടെ ജോലി എന്താ? ഒരു അമ്മയുടെ ജോലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ തന്നെ ഉണ്ട് ഒരുപാട് അമ്മമാർ രാവിലെ എണീറ്റ് ഭർത്താവിനും മക്കൾക്കുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ജോലി ഇല്ലാത്ത ആളായാലും ശ്രദ്ധിക്കുക, ഭക്ഷണം ഉണ്ടാക്കി മക്കളെ കുളിപ്പിച്ച്, കൊച്ചു കുഞ്ഞുങ്ങളെ അവരെ കുളിപ്പിച്ച്, വസ്ത്രമൊക്കെ തേച്ച്, ഭർത്താവിനെയും ജോലിക്ക് അയച്ച്, മക്കളെയും സ്കൂളിൽ അയച്ച്, വീടുമൊക്കെ അടിച്ചു വാരി, ഉച്ചക്കുള്ള കാര്യങ്ങൾ, ഇനി വാർദ്ധക്യ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ, വൈകുന്നേരത്തെ ഭക്ഷണം, വീട് വൃത്തിയാക്കൽ. ജോലിയില്ലാത്ത ഭാര്യ എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഭർത്താവ് ഒരു മാസം 31 തികയുമ്പോൾ, ഇത്രയും ദിവസം നീ ഇത്രയും ജോലി ചെയ്തില്ലേ, ഇത്രയും രൂപ നിനക്കിരിക്കട്ടെ, കൊടുക്കാറുണ്ടോ? നമ്മുടെ വീട്ടിലെ അമ്മമാരുടെ, സഹോദരിമാരുടെ സേവനം വിലമതിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. അത് തൊട്ടടുത്ത വീട്ടിൽ പോയിരുന്നു, അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നെ ഒരു സ്തുതിയുടെ വാക്കുകൾ പ്രശംസിച്ചില്ല ഭർത്താവ്. ഇത്രയും കഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാക്കിയിട്ടും ഉപ്പ് കൂടിപ്പോയി, എരി കൂടിപ്പോയി, വെള്ളം കൂടിപ്പോയി, ഈ കുറ്റമാണ്. അപ്പം ഈ കുറ്റം നമ്മൾ വെളിയിൽ ഒരു സ്ഥലത്ത് പോയിരുന്നു പറഞ്ഞാൽ ഒരിക്കലും ദൈവത്തിൻ്റെ കൃപ കിട്ടില്ല. നമ്മൾ ദൈവസന്നിധിയിലാണ് നമ്മളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഒരമ്മ അവരുടെ ഉത്തരവാദിത്വങ്ങൾ സമർപ്പണത്തോടെ, റെസ്പോൺസിബിലിറ്റിയോടെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം
തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് ജോലിയുള്ള മാതാവാണെങ്കിൽ, അത് സാമ്പത്തിക ശാസ്ത്രം പറയുന്നത്, അപ്പനാണ് ജോലി ചെയ്ത് ആ വീട്ടിലെ ചെലവുകളെല്ലാം നിർവഹിക്കേണ്ടത്. അമ്മയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ോടൊപ്പം അവർക്ക് കിട്ടുന്ന വരുമാനം കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കണം. കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ അവിടുത്തെ പിതാവാണ് മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കേണ്ടത്. ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് വീട്ടിൽ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം ഒരിക്കലും അടിമത്വമായി പോകരുത്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും അതുപോലെ ഭവനത്തിലും സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാറ് നല്ല വൃത്തിയായിട്ട് കഴുകി രാവിലെ ഓടിച്ചു പോകാനായിട്ട് ഡ്രൈവർ എല്ലാം വൃത്തിയാക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ ഒരു 4 വയസ്സുള്ള കുഞ്ഞ് ചെളിയിൽ കളിച്ചിട്ട് വന്ന് അതിൻ്റെ ഡോറിൽ പിടിക്കുകയാണ്. ഡ്രൈവർ എന്തു ചെയ്യും? ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല. പക്ഷേ ഈ കാറിൻ്റെ ഓണറാണ് ആ കുട്ടി. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച യൂത്തിൽ ആ വാക്യം പറഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത് കുറേ കാലവും അവർക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവരോ ശിക്ഷിക്കുന്നത് നീതിയുടെ സമാധാന ഫലം ലഭിക്കേണ്ടതിന്. അവർ ഈ മാതാപിതാക്കളുടെ മുതിർന്നവരുടെ ശിക്ഷയും സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങി വളരുമ്പോൾ ഭാവിയിൽ ഉന്നതമായ നിലകളിൽ എത്തിച്ചേരും. പലപ്പോഴും ഞാൻ എൻ്റെ മോനെ നന്നായിട്ടെന്ന് പറഞ്ഞാൽ അടിച്ച് ഇത് ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന അമ്മാമ്മ, ഒഴിവിൻ്റെ അമ്മ ഒന്ന് എന്നെ ശകാരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പനും അമ്മയും ശിക്ഷിക്കുമ്പോൾ ഒരു കാര്യത്തിലും ആരും ഇടപെടരുത്, സ്നേഹമൊക്കെ ഉള്ളിലിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഒന്ന് പറയും. പക്ഷെ ഇപ്പോഴും അവർ പറയും അന്ന് നുറുങ്ങ അടിച്ചു. അപ്പോൾ അവിടെ എൻ്റെ മോൻ പറയും, അമ്മാമ്മേ എനിക്ക് നന്നായി വരാനാണ് പപ്പ ശിക്ഷിച്ചത്. ശിക്ഷിക്കുന്നത് കുറേ കാലവും അവരവർക്ക് ആ മാതാപിതാക്കൾക്ക് തോന്നുന്ന രീതിയിൽ മാത്രമേ അവരോ നീതി എന്ന സമാധാന ഫലം ലഭിക്കേണ്ടതിന് ആണ് ശിക്ഷിക്കുന്നത്. ഒരു 20-21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉപദ്രവിക്കാൻ ശിക്ഷിക്കാൻ പറ്റുമോ? അത് ശത്രുതയായി മാറും. അത് പിന്നെ പ്രശ്നമാവും, പ്രതികാരമായി മാറും. ബാലന് വടി കൊടുക്ക അവൻ പറവാക്കി, ബാലന് വടി കൊടുക്ക അവൻ, ബൈബിളിലെ വാക്യമാണ് ഞാൻ പറയുന്നത്, അവൻ ചത്തോവില്ല, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ. ബാലന് വടി കൊടുക്ക അവൻ ചത്തുപോവില്ല. ആ ബാലനെ അവൻ നടക്കേണ്ട വഴിയിൽ അവൻ ബാലനായിരിക്കുമ്പോൾ അഭ്യസിപ്പിക്കണം. എൻ്റെ മോളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നല്ല നുള്ളു കൊടുത്തിട്ടുണ്ട്, നല്ല ചുവന്നിങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ വെളിയിൽ വരും. ഇപ്പോഴും അവൾ പറയും, സങ്കടത്തിലല്ല പറയുന്നത്, സന്തോഷത്തിൽ പറയുന്നതാണ്. മക്കളെ ശിക്ഷിച്ച് തന്നെ വളർത്തണം. സ്വാതന്ത്ര്യമായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. അപ്പോൾ ഈ മരണത്തിൻ്റെ പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം പൂർണ്ണമായും ചിന്തിയപ്പോൾ ഈ ലോകത്തിലെ നാം ചെയ്ത പാപങ്ങൾ, നമ്മുടെ പൂർവികരുടെ പാപങ്ങൾ, ആദാമിൻ്റെ തലമുറ വരെയുള്ള പാപങ്ങളെല്ലാം നമ്മിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ ചെയ്യുന്ന പാപം മാത്രമല്ല, നമ്മുടെ പൂർവികരുടെ പാപങ്ങൾ നമ്മുടെ മേൽ വരും. എത്രയെത്ര തലമുറ വരെ ദൈവം കണക്കിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മപാപം, മാതാപിതാക്കളെ പൂർവികന്മാരുടെ പാപം, ഇതൊക്കെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ പൂർണ്ണമായും നമുക്ക് രക്ഷയായിത്തീർന്നു. അതാണ് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അങ്ങനെ ഞാനീ പറഞ്ഞ ഫ്രീഡം ഈസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ 3-4 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. ഒന്ന്, കൂട്ടുത്തരവാദിത്വം.
കൂട്ട് ഉത്തരവാദിത്വം. എന്താണ് ഈ കൂട്ടുത്തരവാദിത്വം? ഒരു വീട്ടിൽ അപ്പൻ, അമ്മ, 2 മക്കളുണ്ട്. അപ്പൻ്റെ ജോലിയാണോ അമ്മയ്ക്കുള്ളത്? അമ്മയുടെ റെസ്പോൺസിബിലിറ്റി ആണോ മക്കൾക്കുള്ളത്? മക്കൾക്കുള്ള ഉത്തരവാദിത്തങ്ങളാണോ അപ്പനും അമ്മയ്ക്കും ഉള്ളത്? കൂട്ട് ഉത്തരവാദിത്വം. നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് 4 കാലുണ്ട്. അതിലൊരു കാലില്ലെങ്കിൽ ആ കാലിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഒരു കാലും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റൂ. 4 കാലും കൂടെ ഒരു കൂട്ടുത്തരവാദിത്തത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. അതിനേക്കാളും വലിയൊരു ഉദാഹരണം ഇല്ല കൂട്ടുത്തരവാദിത്തത്തിന്. ഒരു ചെയർ നമ്മെ ഇരുത്തിയിരിക്കുന്നത് ആ 4 കാലും കൂടെ ഒരു കൂട്ട് ഉത്തരവാദിത്വമുണ്ട്. അമ്മ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ അമ്മ ചെയ്യണം, പപ്പ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ പപ്പ ചെയ്യണം, മക്കൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ മക്കൾ ചെയ്യണം. കൂട്ട് ഉത്തരവാദിത്വം. ഒരുപാട് ഉദാഹരണം പറയാനുണ്ട്, ഉള്ള ടൈമില്ല. 2 ഐക്യം, ഒത്തൊരുമ, ഐക്യം. എന്താണ് ഈ ഒത്തൊരുമ, ഐക്യവും? ഭവനത്തിലെ 4 പേരോ 5 പേരോ ഉണ്ടെങ്കിൽ അവർ ഒരൊറ്റ കെട്ടായിരിക്കണം. ഈ 5 വിരൽ നമുക്കുണ്ട്. ഒരു കുടം വെള്ളം ശരിക്കെടുക്കണമെങ്കിൽ ഈ 5 വിരലും കൊണ്ട് തന്നെ പിടിച്ചെടുക്കണം. അപ്പം അത് ഒത്തൊരുമ, ഐക്യം. നിങ്ങൾ കണ്ടിരിക്കും ചോറിലൂടെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉറുമ്പുകൾ ചുമന്നുകൊണ്ട് പോവും. ഒരു ഉറുമ്പിനേക്കാളും വളരെ വെയിറ്റ് ഉള്ളതായിരിക്കും, പക്ഷേ എന്ത് ഈസിയായിട്ട് അത് കൊണ്ടുപോകുന്നറിയാമോ? ഒത്തൊരുമ, ഐക്യം. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോടിക്കണക്കിന് ചെമ്മീൻ കുഞ്ഞുങ്ങൾ ചേർന്ന് ടൺ കണക്കിന് വെയിറ്റുള്ള കപ്പലിനെ മറിച്ചിട്ടുണ്ട്. അതിനെയാണ് പറയുന്നത് ഒത്തുപിടിച്ചാൽ മലയും പോരും. കുടുംബത്തിൽ ഐക്യമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ശത്രുവിനും ആ കുടുംബത്തെ തകർക്കുവാൻ കഴിയുകയില്ല. ആദ്യം ഞാൻ പറഞ്ഞത്, ഒന്നാമത് എന്ത് വേണം? കൂട്ടുത്തരവാദിത്വം വേണം. കൂട്ടുത്തരവാദിത്വം. അവനവൻ്റെ ജോലി അവനവൻ ചെയ്യണം. പഠിക്കേണ്ടവൻ പഠിക്കണം, ജോലി ചെയ്യേണ്ടവൻ ജോലി ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടവർ വീട്ടിലെ കാര്യം നോക്കണം. കൂട്ടുത്തരവാദിത്വം. 2ാമത് ഒത്തൊരുമ, ഐക്യം. 3ാമത് പരസ്പര വിശ്വാസം. പരസ്പരം വിശ്വസിക്കാതെ നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്താണ് ഈ പരസ്പര വിശ്വാസം? ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യ ജോലിക്ക് പോകുന്നു, മക്കൾ പഠിക്കാൻ പോകുന്നു. ഈ 3 കൂട്ടർക്കും അവരുടെ ഉള്ളിലുണ്ട്, എൻ്റെ പപ്പ ജോലിക്ക് പോയിരിക്കുകയാണ് എന്ന വിശ്വാസം. എൻ്റെ വൈഫ് ജോലിക്ക് പോയിരിക്കുകയാണ് എന്ന വിശ്വാസം. എൻ്റെ മക്കൾ പഠിക്കാൻ പോയിരിക്കുകയാണ് എന്ന വിശ്വാസം. ഈ വിശ്വാസത്തെ എവിടെയാണോ അതിൻ്റെ പാളിച്ച പറ്റുന്ന അവിടെയാണ് കുടുംബജീവിതങ്ങളുടെ തകർച്ച ഉണ്ടായി തുടങ്ങുന്നത്. പരസ്പര വിശ്വാസം വളരെ പ്രധാനമാണ്. ഈ പരസ്പര വിശ്വാസം. ഒരു മുറിയിൽ മോനും മരുമോളും ഉണ്ട്, തൊട്ടടുത്ത റൂമിൽ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. ഒരിക്കലും അപ്പനും അമ്മയുടെ മക്കള് മോനും മരുമോളും താമസിക്കുന്ന റൂമിൻ്റെ ചുവരിൽ ചെവി വെച്ച് വേറെ ആരും കേൾക്കരുത്. അതിനാണ് ഞാൻ ഇന്നാളും പറഞ്ഞു, എല്ലാം കേൾക്കരുത്, എല്ലാം കാണരുത്, എല്ലാം പറയരുത്. ഇപ്പം നമ്മുടെ ഈ പരസ്പരം വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അവർക്ക് കുടുംബജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. ഇതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. ഒരു സംഭവിച്ച കഥയായിട്ടാണ് ഒരു LICയിലെ ഒരു കോടിപതി ഒരു ട്രെയിനിങ് എടുത്തപ്പോൾ പറഞ്ഞതാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു വീട്ടിൽ. അപ്പോൾ പുത്തൻ മോടിയാണ്. 2 പേരും 2 സംസ്കാരത്തിലും 2 സാമ്പത്തിക ചുറ്റുപാടിലും 2 രീതിയിലാണ് ജീവിച്ചത്. അപ്പോൾ അങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഒരു ദിവസം 4-5 ദിവസം കഴിഞ്ഞ് ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഭർത്താവിൻ്റെ ലാപ്ടോപ്പ് വെള്ളം ഒഴിച്ച് കഴുകി അശയിൽ ഉണക്കാനിട്ടൊക്കെയാണ്. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നമുക്ക് ലഭിക്കേണ്ട അറിവുകൾ, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഓവർ കോൺഫിഡൻസായിട്ട് ചെയ്യും. പറയുന്ന കാര്യങ്ങളെ ചെയ്യാവൂ, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യരുത്. അപ്പോൾ ഇത് ആ ഭാര്യയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ബാക്കി എല്ലാം വൃത്തിയാക്കി, മുറിയിലുള്ള എല്ലാം വൃത്തിയാക്കി, ഇതിൽ ഭയങ്കര പൊടിയും അഴുക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ തുണിയുടെ കല്ലിൽ കൊണ്ടുവച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതിനെ
ഉണക്കായിട്ടു, അതിലെന്താ തെറ്റ്? പിന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റൂ? അപ്പോൾ അതിൻ്റെ അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ വിഷയത്തിലൂടെ ഞാൻ പോകുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 കൂട്ടുത്തരവാദിത്വം, 2 ഒത്തൊരുമ ഐക്യം, 3 പരസ്പര വിശ്വാസം. ഈ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും നന്നാവും. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ പാപത്തിന് അടിമപ്പെടുത്താതെ ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുതാപത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ, ക്ഷമിക്കുന്നതിൻ്റെ, സ്നേഹത്തിൻ്റെ പര്യായമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം, സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. നാം കേട്ട നോമ്പിൻ്റെ ചിന്തകൾ ക്രിസ്തുവിനിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നാം കേൾക്കുകയുണ്ടായല്ലോ. ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവഭാഗത്തേക്ക് നമുക്ക് അടുത്തു വരാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ധന്യമായ നിമിഷത്തിനായി ഞങ്ങൾ സ്തോത്രവും സ്തുതികളും കരയേറ്റുന്നു. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും അങ്ങ് നോക്കി സ്തുതിപ്പാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദി. കർത്താവേ, നോമ്പിൻ്റെ നാളുകളിൽ ദൈവത്തിൻ്റെ സാമീപ്യം ഞങ്ങളുടെ മേൽ അങ്ങ് പ്രവഹിക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. സ്നേഹമായി, സ്വാതന്ത്ര്യമായി, ക്ഷമയായി കർത്താവേ, ജീവിത പാഠങ്ങളിലൂടെ ഞങ്ങൾ പഠിക്കുന്ന ഈ ധന്യമായ പാഠങ്ങൾ കർത്താവേ ജീവിതത്തിൽ പുലർത്തുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാമീപ്യം തന്നെ ഞങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുവിനോളം വളരുവാൻ അപ്പച്ചൻ ഞങ്ങൾക്ക് കൃപയേകണമേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും അങ്ങ് ആശീർവദിക്കണമേ. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിന് ചെയ്യുന്നവരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളിതാ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ദിവ്യമായ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങ് പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ നാളത്തെ ആരാധനയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളുടെ സഭയെ ഒരുക്കണമേ. കർത്താവേ, ജനത്തെ, ഈ ദേശത്തെ അപ്പച്ചൻ ഒരുക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. വളരെ പരിപാവനമായ കർത്താവേ, പുണ്യമായ ശുശ്രൂഷകൾക്കായി സ്വയം ഒരുക്കപ്പെടുവാനും ദൈവസന്നിധിയിലേക്ക് അടുക്കപ്പെടുവാനും ഞങ്ങളുടെ എല്ലാവരെയും ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നാഥ, പ്രാർത്ഥനയോടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ കടന്നു പോകട്ടെ. ഞങ്ങളെ ആശീർവദിച്ചതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാപുത്ര പരിശുദ്ധമായി ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളോടും ഞങ്ങളുടെ സഭയോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആനന്ദിയുള്ള മഹൽ ശക്തി നീയേ, നാഗാന്തിയുള്ള മഹൽ ശക്തി നീയേ, ഓടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നീ